എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിൽ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളാരും പറഞ്ഞിട്ടില്ലാത്ത ഭാരതീയ ആത്മീയതയുടെ യഥാർത്ഥ സാരാംശം മുഖ്യമന്ത്രി വളരെ ലളിതമായി അനായാസേന മോഹൻലാലിനോട് പറയുന്നുണ്ട്. അത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് ഇപ്രകാരമാണ്: ഈശ്വരൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനുള്ളിലാണ് വസിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ബിംബങ്ങളുടെ പിന്നാലെ ഈശ്വരനെ തേടിപ്പോയാൽ അവനവൻ്റെ ഉള്ളിലെ ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ അധ്യാപകനായ കേളൻ മാഷ് പറഞ്ഞ ഒരു ഉദാഹരണവും പറയുന്നുണ്ട്. ഉള്ളംകൈയിൽ ലഭിച്ച പായസം കുടിക്കാതെ പുറംകൈയിൽ പറ്റിപ്പിടിച്ച ഒരു തുള്ളി പായസം നക്കി കുടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളംകൈയിലെ പായസം താഴെ വീണു പോകുന്നത് പോലെയാണ് പുറമെ ഈശ്വരനെ തേടിപ്പോകുന്നവരുടെ അവസ്ഥ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് വാസ്തവമാണ്, വേദാന്തമാണ്. മുഖ്യമന്ത്രി അപ്രകാരം പറഞ്ഞതിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട എന്നൊന്നും അർത്ഥമില്ല. ചിലർ അങ്ങനെ തെറ്റിദ്ധരിച്ചതായി കാണപ്പെടുന്നുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നും അക്കാര്യത്തിൽ ഇല്ല. പ്രസംഗിച്ച് കാട് കയറി ആവശ്യമുള്ളത് പറയാൻ മറന്നുപോകുന്ന ആത്മീയ പ്രഭാഷണം നടത്തുന്നവരേക്കാൾ ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും പറയപ്പെടുന്ന ക്ഷേത്രം എന്നത് നമ്മുടെ ശരീരമാണെന്നും ക്ഷേത്രജ്ഞൻ അഥവാ ആത്മാവ് എന്നത് നമ്മുടെ ഉള്ളിലെ ഈശ്വരനുമാണെന്നുള്ള അതിഗഹനമായ അറിവ് മുഖ്യമന്ത്രി ഒരു പുഞ്ചിരിയോടെ മനോഹരമായി മോഹൻലാലിനോട് പറയുന്നുണ്ട്. ഇന്ത്യയുടെ യോഗ വേദാന്ത സാരം കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി മലയാളികളോട് പക്വതയോടെ പറഞ്ഞതിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഹരി ഓം തത്സത്.